ഇവിടെ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും ഉപയോഗിക്കില്ല. പഞ്ചസാര ഉപയോഗിക്കില്ല. ഇതിപ്പോ എന്താ സാധനം? ശർക്കര, ചെമ്പരത്തി പൂവ് അല്ലേ? അപ്പൊ അതിങ്ങനെ ഉണക്കി സൂക്ഷിക്കോ? അപ്പ പൊട്ടിക്കും. ചെമ്പരത്തി പൂ ഇതേ അവിടുന്ന് പൊട്ടിച്ചു കൊണ്ടുവന്ന് ടീച്ചർ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടോ ടീച്ചറെ കുടിക്കണേ. കണ്ടാൽ കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ അല്ലാന്ന് ആരെങ്കിലും പറയും. പൂവാണേ ഓറഞ്ചും. ഈ സാധനം നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ വരുന്നിട്ട് ഇത്ര ടേസ്റ്റ് ആയിട്ട് 500 റുപ്യ ബില്ലാണ്. ശരിയത് എന്നാ അത്ര ഹൈജീനിക് ആവൂല. ഇതിപ്പോ ഇവിടെയുള്ള സാധനം എടുത്ത് കൈ ഓടിച്ച് ചെമ്പരത്തി പൂ ഇവിടുന്ന് പൊട്ടിച്ചു. ഇത് ജീവിതമാണ്. ഗ്രാമത്തിലെ ലളിത ജീവിതം ഇത്രയും സിമ്പിളാക്കാമെന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എന്താ വെച്ചിട്ടുണ്ട്, നമ്മുടെ ഈ മീഡിയകൾ സ്ത്രീകൾ അബലകളും ചബലകളും ഒക്കെയാണ്. അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിട്ടാണ് ഇതിനെ ഒതുങ്ങാത്ത ആണുങ്ങളെ അവരെ കൊണ്ട് വെടിവെച്ച് വീഴ്ത്തിക്കുക. ഒന്നും ശരിയാവില്ല ഇവിടെ എന്ന് ഭാര്യ പറഞ്ഞാൽ പിന്നെ ഭർത്താവ് സറണ്ടർ ചെയ്യേണ്ടിരിക്കും. കാരണം പോലെ അങ്ങനെ ആളുകൾ നിരവധി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? ഭാര്യയും കൂട്ടിയിട്ട് വരിക. നിങ്ങൾ ആ മാഷും ടീച്ചറും അവരാ മുഷിഞ്ഞ കുപ്പായിട്ട് നടക്കണം, നിങ്ങളെക്കാട്ടിലും ചുറ്റുപാടുള്ളവരാരും. അപ്പോൾ അവരെ കാണും, അവരായിട്ട് കുറച്ച് നേരം കൂടിക്കുക. അതിനാണ് ഞങ്ങൾ ഈ സ്ഥലം ഉണ്ടാക്കിയത്. ഞങ്ങൾ 6 മാസം കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു എന്താ സുഖപ്രദമായ ഇത്തരം സ്വസ്ഥമായ മനുഷ്യനോടുള്ള മഹാസ്നേഹം പ്രഖ്യാപിക്കാനുള്ള സ്ഥലമാണ്. ഒരു ദിവസം ഇവിടെ താമസിക്കുമെങ്കിൽ ഞങ്ങളതിന് ഇവിടെ 10,000 നിറച്ച അരിയുണ്ട്, ശുദ്ധ അരിയാണ്. നിങ്ങൾ എടുത്തോ കഴിച്ചോ. അവിടെ നിൽക്കുന്ന വെച്ചൂർ കാസർഗോഡ് പശുക്കളെ 2 എണ്ണം എപ്പോഴും കറവുണ്ടാവും. പാല്, തൈര്, 1 ലിറ്റർ പാലേ കിട്ടുള്ളൂ. അല്ലാതെ പാല് കുടിക്കണം എന്നറിയില്ല. പാൽപ്പല്ലുകൾ പോയാൽ പാല് കുടിക്കുന്ന ഏക ആൾ മനുഷ്യൻ മാത്രമാണ്. പാൽപ്പല്ലുകൾ പോയാൽ 12 വയസ്സ് കഴിഞ്ഞ് പാൽ കുടിച്ചാൽ ഏറ്റവും വലിയ കുഴപ്പമാണ്. ആരാ അതൊക്കെ പറയുണ്ടാക്കി? തൈരും മോരുമാണ് നമ്മൾ കഴിച്ചത്. തൈരും വേണ്ട, മോര് മാത്രം. ഉഷ്ണത്തിൽ സൂര്യൻ കത്തിക്കുമ്പോൾ എണ്ണ കൂടുതലുള്ള സാധനം കഴിക്കരുത്. അത് കടഞ്ഞ് വെണ്ണ ഒഴിവാക്കിയിട്ടുള്ള തൈര് നമ്മൾ കഴിക്കണം. കാരണം ഡൈജഷൻ. ആർക്കതൊക്കെ അറിയാം. നമ്മൾ മിൽമേലോ അവിടെ പോയിട്ട് റെഡിമെയ്ഡ് ആവുന്ന എന്ത് കലക്കും. ശരിക്കും പാൽപ്പല്ലുകൾ പോയാൽ പാലിന്റെ ആവശ്യമില്ല. അതോടുകൂടി നമ്മുടെ ഡൈജസ്റ്റിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ പാൽ കുടിച്ച് നോക്ക്, ഗ്യാസ് ഉണ്ടാവും. ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വൈ കാരണം. അപ്പോൾ 1.5 ലിറ്റർ പാല് കിട്ടുന്ന 2 പശുക്കളുണ്ട്. അവർ പോയി പിഴിഞ്ഞാൽ നമുക്ക് തൈരായി, മോരായി. ആ തൈര് വേണമെങ്കിൽ തരാം. അതിൻ്റെ സുഗന്ധം എന്നെ നെയ്യ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും മണത്താൽ മതി രാവിലെ. പക്ഷെ പണിയുണ്ട്. ആ പണിയിലൊരു സുഖമുണ്ട്. ഒരു സ്ത്രീ ഭൂമിനിയാവുന്നതും പുഷ്പിണിയാവുന്നതും അവൾക്ക് കുട്ടികളുണ്ടാവും. കുട്ടിയുണ്ടായ ഓരോ വിഷമങ്ങളുടെ രാത്രി 12 കുട്ടിക്ക് നീറ്റ് ഒളിക്കുമ്പോൾ അമ്മ പണിക്കേണ്ടി വരും. ചിലപ്പോൾ ചീറി പൊളിക്കും. അപ്പൊക്കെ സഹിച്ച് പുറത്ത്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാലും കുട്ടി അമ്മയുടെ മുഖത്തൊക്കെ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ തീർന്നോടെ. അതെ ശരിയാണത്. മാത്രമല്ല മൂത്ത കുട്ടികളൊക്കെ നോക്കുന്നത് ആയമാരൊന്നുമല്ല, അത് മൂത്തവരാണ്. അത് അവരുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവര് നമ്മളെ അറ്റാച്ച്മെന്റും കൂടുതലായിരുന്നു. ഇല്ല ശരിയാ. മതിലുകളും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇന്നുള്ള വീട്ടിൽ നമ്മൾ മതിൽ കെട്ടലാണ് ഇവിടെ. മനസ്സിലും ശരീരത്തിലും ഒക്കെ മതിലുകളുണ്ട്.